നമസ്കാരം, ഞാൻ വൈദേഹി. നിങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്തകളുടെ ആഴത്തിലേക്കുള്ള വാതായനമായ DCN ഡീപ് കാസ്റ്റ് നെറ്റ്വർക്കിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡബ്ലിനിലെ താലയിൽ ഇന്ത്യൻ പൗരൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമറിയിച്ച ഇന്ത്യൻ എംബസി. ജൂലൈ 19 വൈകിട്ടാണ് സംഭവം നടന്നത്. പാർക്ക് ഹിൽ റോഡിന് സമീപം ഒരു കൂട്ടം യുവാക്കൾ 40കാരനെ അകാരണമായി വിവസ്ത്രനാക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആക്രമണത്തിനിടെ സംഘം ഇയാളുടെ ട്രൗസറും അടിവസ്ത്രവും വരെ ഊരിമാറ്റി. ഫോണും പണവും കവർന്നു. ഗാർഡയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ചത്. താല യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെത്തിച്ച ഇദ്ദേഹത്തെ ഞായറാഴ്ച രാവിലെ ഡിസ്ചാർജ് ചെയ്തുവിട്ടു. എന്നാൽ ജെന്നിഫർ മുറെ എന്ന ഐറിഷുകാരിയുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഈ ആക്രമണവും ഒരു സാധാരണ സംഭവമായി മാറിയേനെ എന്നതാണ് സത്യം. ഇന്ത്യക്കാരെ ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണം ഡബ്ലിനിൽ നടക്കുന്നുണ്ട്. അയർലൻഡിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ പെരുമാറ്റമോ ഭീഷണികളോ ഉണ്ടായാൽ ലോക്കൽ അധികാരികളെ അറിയിക്കണമെന്നും ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഊർജിതമായ അന്വേഷണം നടക്കുകയാണെന്ന് ഗാർഡെ അറിയിച്ചെങ്കിലും സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഗാർഡെ പരിശോധിച്ചു. സംഭവത്തിന്റെ സാക്ഷികൾ മുന്നോട്ടു വരണമെന്നും ഗാർഡെ അഭ്യർത്ഥിച്ചു. ഇത്തരം അക്രമപ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്നും പൊതുജനങ്ങൾക്ക് ഗാർഡ ഉറപ്പു നൽകി. ആക്രമണത്തിനെതിരെ രാജ്യത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒന്നടങ്കം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുവന്നു. യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് ക്രൂരമായ ആക്രമണം നടത്തിയതെന്ന് വ്യക്തമായി. വംശീയ വിദ്വേഷമാണ് സംഭവത്തിനു പിന്നിലെന്ന് ഗാർഡ പറഞ്ഞു. അതിനാൽ വിദ്വേഷ കുറ്റകൃത്യമായി കണ്ടാണ് കേസെടുത്തിട്ടുള്ളതെന്നും ഗാർഡെ അറിയിച്ചു. പ്രദേശത്തെ വിവിധ ജനപ്രതിനിധികൾ അക്രമമേറ്റ യുവാവിനെ സന്ദർശിക്കുകയും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ദുഃഖവും സഹായസന്നദ്ധതയും അറിയിക്കുകയും ചെയ്തു. ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസ് അയർലൻഡ് ഘടകം പ്രസിഡന്റ് ലിങ്ക്വിൻ സ്റ്റാർ മാത്യു, പൊതുപ്രവർത്തകനായ സെന്തിൽ രാമസ്വാമി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാനുള്ള മുന്നേറ്റവുമുണ്ടായി.